അല്ല അല്ല അല്ല. താങ്കൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്യാറുണ്ട്? അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട്. അതപ്പോൾ എന്ത് ബിരുദത്തിന്റെ അല്ലെങ്കിൽ എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ലീഗലി നമ്മൾ അതിനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ചർച്ച പ്രധാനമായും ലീഗലി എന്താണ് താങ്കൾക്കുള്ള, അതായത് TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആണോ താങ്കൾ പ്രവർത്തിക്കുന്നത്? അല്ല, ഇവിടെ ഒരുപാട് ചികിത്സാ സിസ്റ്റങ്ങളുണ്ട്. അല്ലല്ല, എന്റെ ചോദ്യം ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. കൗൺസിൽ ഇല്ലാത്ത സിസ്റ്റങ്ങളുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണോ താങ്കൾ ഈ ചികിത്സ നടത്തുന്നത്? അല്ല, അലോപ്പതി ഇത് മരുന്നില്ലാത്ത ചികിത്സയാണ്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അലോപ്പതിയുടെയോ ആയുഷിന്റെയോ അണ്ടറിൽ വരുന്ന ഒരു ചികിത്സയല്ല ഇത്. കേന്ദ്ര സർക്കാർ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ അതിന്റെ കൗൺസിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ അഭിജിത്ത് പങ്കെടുക്കുന്നുണ്ട്. അഭിജിത്ത് ആയുഷിന് കീഴിൽ വരുന്ന തരത്തിൽ 5-6 വർഷം പഠിച്ചതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലെ ചർച്ച എന്താന്ന് പറയൂ. അല്ല ശ്രീ അൽത്താഫ്, താങ്കളിലേക്ക് വരാം. പക്ഷെ ഇതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഡോക്ടർ ജേക്കബ് പുലയിൽ, വാക്സിൻ അഡ്വൈസറി കമ്മിറ്റിയിലെ ഡോക്ടർ ജേക്കബ് പുലയിൽ തന്നെ വാക്സിന്റെ അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ഡോക്ടർമാർ സംസാരിക്കണം. എന്നിട്ട് അതിന്റെ വ്യക്തത അല്ലല്ല അത് നമുക്ക് വാക്സിനെ സംബന്ധിച്ചും അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. ജേക്കബ് പുലയിലിന്റെ പഠനങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആര് പറഞ്ഞു ചർച്ച ചെയ്യുന്നില്ല എന്ന്? വാക്സിൻ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലേ? വാക്സിൻ എന്നത് തന്നെ അല്ലല്ല. അങ്ങനെ അൽത്താഫ് തെറ്റിദ്ധരിപ്പിക്കരുത് ദയവായി. അൽത്താഫ്, ഒരു വാക്സിൻ എന്നത് കാലങ്ങളോളം പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കോവിഡ് എന്നത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. ദയവായി അൽത്താഫ്, അതായത് ഇത് പ്രേക്ഷകർ കേൾക്കുന്നതാണ്. താങ്കൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. കോവിഡ് എന്നത് ലോകത്ത് വ്യാപിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ സാധാരണ വാക്സിൻ പോലെ നൽകാൻ പറ്റുമായിരുന്നില്ല. മറ്റു വാക്സിനുകളെല്ലാം വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകൾക്ക് നൽകുന്നത്, അല്ലാതെ കണ്ടെത്തിയ ഉടനെ തന്നെയല്ല. സംഭവിക്കാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യം നല്ലതല്ല. അല്ല, താങ്കൾക്ക് പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ അൽത്താഫ്, എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയൂ. താങ്കൾ എന്ത് ബിരുദത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര വർഷത്തെ പഠനത്തിന് ശേഷമാണ് അക്യുപഞ്ചർ ചികിത്സ നടത്തുന്നത്? അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. അതായത് ഇവിടെ അല്ല, അത് പറയേണ്ടത് എവിടെയാണ് താങ്കൾ? അതെവിടെയാണ് അൽത്താഫ് പറയേണ്ടത്? ഈ ശ്രമം നല്ലതല്ല. അൽത്താഫ്, എവിടെയാണ് താങ്കൾ അത് പറയേണ്ടത്? വാക്സിൻ കൊടുത്തില്ല എന്നുള്ളതും അലോപ്പതി അത് ചോദ്യത്തിലേക്കൊക്കെ വരാം. അതിനിവിടെ മറ്റു ഡോക്ടർമാരടക്കമുണ്ട്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് എത്രയധികം ആളുകൾ അലോപ്പതിയിൽ മരിക്കുന്നു. അവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് സർക്കാർ കൊടുക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ വാക്സിന്റെ വിഷയത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത്? അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അൽത്താഫ്. താങ്കളോട് ആവർത്തിച്ചു, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. താങ്കളുടെ വിഷയം വാക്സിൻ എന്നതാണോ? ഇവിടെ ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുത്തില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ അതിന് വേണ്ട ഒരു ചികിത്സ ഏത് സ്വീകരിക്കണം എന്നും സ്വീകരിക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം ഇവിടെ നിലനിൽക്കെ, പൗരന്റെ അവകാശത്തോടൊപ്പമാണ് നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞത്, ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം കൂടിയുള്ള നാടാണ് അൽത്താഫ് ഈ രാജ്യം. ഇത്രയധികം നടത്തുന്ന അലോപ്പതിക്കാരാണോ പറയുന്നത് ഇവിടെ കുട്ടിയുടെ അവകാശത്തെ? അതായത് അലോപ്പതിക്ക് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അലോപ്പതി എന്നത് തെറ്റായ ചികിത്സാ രീതി എന്നാണോ താങ്കൾ പറയുന്നത്? ഗർഭഛിദ്രം, അബോർഷൻസ് കൂടുതൽ ചെയ്യുന്നവരാണ്. ഇത്ര അലോപ്പതി മാത്രമല്ലേ ചെയ്യുന്നത്? കേരളത്തിൽ ഇത്രയധികം ഗർഭചിത്രം അവകാശം, ജീവന്റെ അവകാശത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശം? ഗർഭചിത്രം നടത്തേണ്ട സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തണം. അങ്ങനെയാണല്ലോ ഒരു അമ്മയുടെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? വിഷയങ്ങളെ, വയറ്റിനുള്ളിലുള്ള ജീവനെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ, ഗർഭചിത്രം നടത്തുന്ന ആളുകൾ, അവര് ഒരു കുഞ്ഞ് അവന്റെ സമയമെത്തി ഇത്രയും അധികം മരണങ്ങൾ താങ്കൾ പറയുന്നത്, താങ്കൾ പിന്തുടരുന്നതിന്റെ ശാസ്ത്രീയത എന്താണ് അൽത്താഫ്? ഇതിന്റെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ശ്രമം നല്ലതല്ല. താങ്കൾ പറയുന്നത്, അതായത് ഒരു അമ്മയുടെ ജീവൻ അപകടാവസ്ഥയിലാകുന്നു, ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്തിയില്ല എങ്കിൽ ആ അമ്മ മരണപ്പെടുമെന്ന സാഹചര്യം വന്നാൽ താങ്കളുടെ ചികിത്സാ രീതി അടക്കമുള്ള ഫോർമുല എന്താണ്? ഇവിടെ അതിന്റെ പേരിൽ മാത്രമാണ് ശ്രീ അൽത്താഫ്, താങ്കൾ പറഞ്ഞ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് എന്റെ ചോദ്യം. താങ്കൾ പറയുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട്. ശരി, എന്റെ സംശയം ഇതാണ്, ഒരു അമ്മയുടെ ജീവൻ അപകടത്തിലാണ്, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തില്ല എങ്കിൽ അമ്മ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. താങ്കൾ എന്ത് ചികിത്സ നൽകും? അൽത്താഫ് പറയൂ, താങ്കൾ എന്ത് ചികിത്സ നൽകും? ജീവനെ ഒരു വർഷം കേരളത്തിൽ ഹനിക്കുന്നു എന്ന് ഏകദേശം കണക്ക് വരുമ്പോൾ 1-2% താങ്കൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് അനുവദിക്കാനാവില്ല. ശ്രീ അഭിജിത്ത്, താങ്കൾ